വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. കണ്ണൻ്റെ ആ ഡയലോഗിൽ രുദ്രന്റെ ചുണ്ടിലും മാത്രമല്ല അവിടെയുള്ള എല്ലാവരുടെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു. അത് കണ്ടതും കണ്ണനൊന്ന് ഇളിച്ചു. ഇതുവരെ അങ്ങനെയൊന്നും നിനക്കില്ലെങ്കിൽ ഇനി അങ്ങോട്ടും അങ്ങനെയൊന്നും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നിന്റെ പ്രായപ്പം ഇതാണ്, എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടെന്ന് നിനക്ക് തോന്നും. അതുകൊണ്ട് മുന്നേ ഒന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. രുദ്രൻ ഗൗരവത്തോടെ പറയുമ്പോൾ കണ്ണൻ തലകുലുക്കി. ഇതൊക്കെ കണ്ടപ്പോൾ എന്തുകൊണ്ട് തനിക്കും ആയിക്കൂടാന്ന് ഞാൻ ചിന്തിച്ചത്. എന്നാൽ ഏട്ടനെ എങ്ങനെ അറിഞ്ഞു? തലകുലുക്കുമ്പോൾ കണ്ണൻ ചിന്തിച്ചത് അതാണ്. പിന്നെ തലയൊന്ന് കുടഞ്ഞു. ഇതിലൊന്നും വലിയ കാര്യമില്ല, ഞാൻ ചെറിയ കുട്ടിയാണ്. അവനോട് തന്നെ സ്വയം പറഞ്ഞു. ശേഷം മുന്നിലുള്ളവരൊന്ന് നോക്കി. നിച്ചു റോണിയോട് ചേർന്ന് തല താഴ്ത്തിയിരിക്കുവാണ്. വലത്തെ കൈ കൊണ്ട് അവൻ്റെ ഇടത്തെ കൈ ചുറ്റി പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ തുടക്കുന്നുമുണ്ട്. അതിന് കാരണം അവളുടെ ചേച്ചിയുടെ മൗനമാണ്. കണ്ണൻ അവരെ ഒന്ന് നോക്കി അപ്പുറത്തെ ജോഡിയിലേക്ക് നോക്കി. ഇടത്തെ കൈ കൊണ്ട് റോണ അനാമികയുടെ വലത്തെ കൈയിൽ അമർത്തി പിടിച്ചിരിക്കുന്നത് കണ്ടതും കണ്ണൻ റോണയുടെ മുഖത്തേക്ക് നോക്കി. ടെൻഷൻ കൊണ്ടോ പേടി കൊണ്ടോ അവൻ്റെ മുഖത്ത് പൊടിയുന്ന വിയർപ്പ് തുള്ളികളെ അവൻ ഇടയ്ക്കിടയ്ക്ക് തുടക്കുന്നുണ്ട്. അതിനനുസരിച്ച് കൊണ്ട് അവൻ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. കണ്ണൻ AC ഓണല്ലേന്ന് നോക്കി. 17 കിടക്കുന്ന AC കണ്ടതും കണ്ണന് പൊട്ടിച്ചിരിച്ചു പോയി. എൻ്റെ പൊന്നു റോണ, നിനക്ക് എത്ര പേടിയായിരുന്നെങ്കിൽ നീക്ക് എന്തിനാണ് പ്രേമിക്കാൻ നിന്നത്? കണ്ണൻ ചിരിക്കുന്നതിനിടയിലും പറഞ്ഞു പോയി. അത് കേട്ടതും റോണ അവനെ നോക്കി പല്ല് കടിച്ചു. അല്ലെങ്കിൽ തന്നെ പ്രതീക്ഷിക്കാതെ നടന്ന കാര്യത്തിൽ അവനക്ക് നല്ല ടെൻഷനുണ്ട്. അതിനിടയിലാണ് ഈ കുരുപ്പിനെ ചൊറിച്ചിൽ. കണ്ണൻ്റെ ഡയലോഗ് കേട്ടതും അനാമിക റോണയുടെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണനെ നോക്കി പല്ല് കടിച്ചു കൊണ്ടിരിക്കുവാണ്. അവൾ അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈ വലിച്ചെടുത്ത് കുറച്ച് നീങ്ങിയിരുന്നു. റോണ അവളെ ദയനീയമായി നോക്കി. അത് കണ്ടിട്ടും അവൾ കാണാത്ത പോലെ ഇരുന്നു. നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ വരാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ? രുദ്രൻ നിച്ചുവിൻ്റെയും അനാമികയുടെയും മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവരില്ലെന്ന് തലയാട്ടി. അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണമില്ല, എല്ലാവരും ഒന്ന് കൂടണമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. പിന്നെ ചിലരേക്ക് വിചാരം അവർ ചെയ്യുന്നതൊന്നും ആരും അറിയില്ലെന്നാ. അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണമെന്ന് കരുതി. റോണയെ നോക്കിയാണ് അവനത് പറഞ്ഞത്. അത് അവൻക്കുള്ളതാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ റോണ തലയുയർത്തി രുദ്രനെ നോക്കിയില്ല, മിണ്ടാതിരുന്നു. ഇങ്ങനെ പ്രണയിച്ച് നടക്കാൻ തന്നെയാണോ ഭാവം, അതോ കെട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ? രുദ്രൻ്റെ ആ ചോദ്യം റോണക്ക് നേരെയായിരുന്നു. തലതായിത്തിരിക്കുന്നത് കൊണ്ട് തന്നെ രുദ്രൻ്റെ നോട്ടം റോണ കണ്ടില്ല. അനാമിക അവളുടെ കൈ കൊണ്ട് അവൻ്റെ കയ്യിലൊന്ന് തട്ടി. റോണ അവളെ നോക്കുമ്പോൾ അവൾ കണ്ണുകൊണ്ട് രുദ്രനെ കാണിച്ചു കൊടുത്തു. കെട്ടാനൊന്നും പ്ലാനില്ലേ? ചോദിക്കുന്നതിനോടൊപ്പം അവൻ്റെ അടുത്തിരിക്കുന്ന യേശുവിൻ്റെ ഷോൾഡറിലൂടെ കൈയിട്ട് അവനെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി. ഈശോ ഒരു ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കുറച്ച് നേരമായി അങ്ങനെ ഇരിക്കാൻ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷമാണ് അവളുടെ മുഖത്ത്. രുദ്രൻ യേശുവിനെ ഒന്ന് ചേർത്തിരുത്തി. അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ച ശേഷം വീണ്ടും കണ്ണുകൾ റോണയിലേക്ക് പോയി. റോണ പറഞ്ഞ ഈശയെയും മിച്ചയെയും നോക്കി കാണുകയായിരുന്നു അനാമിക. വല്ലാത്ത സന്തോഷമാണ് അവൾക്ക് തോന്നിയത്. എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന ഫാമിലി, സ്നേഹമാണെങ്കിൽ പറയണ്ട. മോഹൻ്റെയും ദേവിയുടെയും പെരുമാറ്റം, അനിയന്മാരും ഏട്ടന്മാരും തമ്മിലുള്ള ബോണ്ട്, യേശുവായ നേട്ടത്തി. ഇതിൽ കൂടുതൽ ആ കുടുംബത്തിലേക്ക് കയറി വരാൻ എന്താണ് വേണ്ടത്? റോണ, നിന്നോടാ ചോദിച്ചത്. ഇങ്ങനെ പ്രേമിച്ച് നടക്കാൻ മാത്രമാണോ പ്ലാൻ? കെട്ടാൻ ഉദ്ദേശമില്ലേ? അവൻ്റെ മറുപടി ഇല്ലെന്ന് കണ്ടതും രുദ്രൻ ഒന്നുകൂടെ ഗൗരവത്തിൽ ചോദിച്ചു. അവനല്ലെന്ന് തലയായിട്ട് ഒന്നും മിണ്ടിയില്ല. ഞങ്ങളുടെ കാര്യം ഇവിടെ സംസാരിക്കണമെന്ന് റോണ പറഞ്ഞതായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലിപ്പോൾ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പം പിന്നെ ഇവിടെ ഇപ്പോൾ തന്നെ അവതരിപ്പിക്കണമെന്ന് ഞാനാ പറഞ്ഞത്. എനിക്കൊരു ചേച്ചിയാണ്. അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം ആവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ജോലിക്ക് കയറിയിട്ട് 1 വർഷം ആയിട്ടുള്ളൂ. അതുകൊണ്ട് വിവാഹം കുറച്ച് വൈകിട്ട് എൻ്റെ വീട്ടുകാർ നടത്തുള്ളൂ. അപ്പം പിന്നെ അതിനനുസരിച്ച് 2 വീട്ടിലും ഒപ്പം പറഞ്ഞാൽ മതിയല്ലെന്ന് ഞാനാ പറഞ്ഞത്. രുദ്രൻക്ക് മറുപടി കൊടുത്തത് അനാമികയാണ്. രുദ്രൻ തലകുലുക്കി. മൂത്ത മരുമകളെ പോലെ ഒരു മരുമകളെയല്ല തങ്ങളുടെ 2ാമത്തെ മരുമകളെന്ന് ദേവിക്കും മോഹനും തീർച്ചപ്പെട്ടു. നോട്ടം അനാമികയിൽ നിന്ന് നിച്ചുവിലേക്ക് നീണ്ടു. അവിടെ എപ്പോഴും തലതാഴ്ത്തി ഇരിക്കുവാണ്. നിച്ചു എന്താ ഒന്നും മിണ്ടാത്തത്? ഇങ്ങോട്ട് റോണി നിർബന്ധിച്ച് കൊണ്ടുവന്നതാണല്ലേ? നിങ്ങളോട് പിന്നെ കെട്ടിൻ്റെ കാര്യമൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ 2ആളും പഠിക്കുമല്ലേ? പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം. അതൊക്കെ കഴിഞ്ഞ് 2 പേരും സ്വന്തം കാര്യം നിൽക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം, അല്ലേ? ദേവി നിച്ചുവിനെ നോക്കി പറയുമ്പോൾ അവൾ അങ്ങനെ ഇരുന്ന് കൊണ്ട് തലകുലുക്കി. അവളുടെ ആ ഇരുത്തം കണ്ടതും യേശുവിന് വല്ലാത്ത വേദന തോന്നി. ദേഷ്യം കൊണ്ടൊന്നുമല്ല അവളോട് സംസാരിക്കാത്തത്, ഒരു ചെറിയ പരിഭവം. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പ്രേമിച്ച് നടക്കുന്നതിൽ ഒരു അനിയത്തിയോടുള്ള ചേച്ചിയുടെ മനോഭാവം, ഒരു ചേച്ചിയുടെ അവകാശം, അതാണ് നിച്ചുവിനോട് അവൾ കാണിക്കുന്നത്. രുദ്രൻ നിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് യേശു അവൻ്റെ മുഖത്തേക്ക് നോക്കി. രുദ്രൻ കണ്ണുകൾ കൊണ്ട് നിച്ചുവിനെ കാണിച്ചു കൊടുത്തതും യേശു ഒന്ന് ചിരിച്ചു. നിച്ചൂട്ടാ. യേശു വിളിച്ചതും ഒരു പൊട്ടിക്കരച്ചിലോടെ നിച്ചു യേശുവിൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. അവളുടെ ആ പ്രവൃത്തിയിൽ എല്ലാവരും ഒന്ന് ഞെട്ടി. രുദ്രൻ യേശുവിനെ അവിടെ ഇരുത്തിക്കൊണ്ട് സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. എന്നോട് ക്ഷമിക്ക് ചേച്ചി, എന്നോട് ക്ഷമിക്ക്. ഈ ചേച്ചിയെക്കുറിച്ച് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ റോണിച്ചാനെ വിളിച്ച് അതിങ്ങനെയൊക്കെ ആയി. പിന്നെ
പിന്നെ റോണിച്ചായനില്ലാതെ പറ്റില്ലെന്നായി. ക്ഷമിക്ക് ചേച്ചി. നമ്മുടെ അമ്മയും പപ്പയൊക്കെ ആലോചിച്ച് വേണ്ടെന്ന് വെക്കാൻ ശ്രമിച്ചതാ ഒരുപാട്. പക്ഷെ പറ്റിയില്ല. പറ്റണില്ലേ ചേച്ചി? അവൾ തേങ്ങി തേങ്ങി പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ 2 കാലിലും ചുറ്റിപ്പിടിച്ച് അവളുടെ കാലിൽ മുഖം അമർത്തിയിരുന്നു. ഈശോ അവളിൽ നോക്കിക്കൊണ്ട് അവളുടെ മുടിയിൽ താലോടിക്കൊണ്ടിരുന്നു. റോണിച്ചായൻ. ആ സെൻറ്റി ഡയലോഗിലും കണ്ണൻ കിടന്ന് നിച്ച് റോണിയെ വിളിച്ച പേരാണ് റോണിച്ചായൻ. ചുണ്ടുകൊണ്ട് കളിയാക്കി ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ ദേവിയോടും മോഹനോടും അടുക്കത്തിൽ പറഞ്ഞു. ദേവിക്കും മോഹനും അത് കേട്ട് ചിരി വന്നുവെങ്കിലും കണ്ണനെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ട് അവർ ഗൗരവത്തിലിരുന്നു. നിച്ചോ, മതി കരഞ്ഞത്. നോക്ക്, എന്നെ നോക്കടാ. നിച്ചുവിൻ്റെ മുഖം അവളുടെ കാലിൽ നിന്നും ബലമായി പിടിച്ചു വരുത്തിയതും നിച്ചു നിലത്തുനിന്ന് മുട്ടുകുത്തിയിരുന്ന് യേശുവിൻ്റെ മാറിലേക്ക് വീണ് കരഞ്ഞു. സാരല്ലടോ, പോട്ടെ. ഇനിയിപ്പോൾ കരഞ്ഞിട്ടും പറഞ്ഞിട്ട് എന്താ? നടക്കാനുള്ളതെല്ലാം നടന്നില്ലേ? അതുകൊണ്ട് ഇനി കരച്ചിലും ബീച്ചിലൊക്കെ മാറ്റി വെക്ക്. എന്നിട്ട് ഇന്നത്തെ ദിവസം എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് പിരിയാം, അല്ലേ? അവർക്കടുത്തേക്ക് വന്ന് യേശുവിൻ്റെ അടുത്തിരുന്ന് കൊണ്ട് മോഹൻ പറയുമ്പോൾ എല്ലാവരും ഒരു ചിരിയോടെ തലയാട്ടി. ആ ചിരിയോട് കൂടി തന്നെ റോണ അനാമികയെ നോക്കി. അവളും നിറ ചിരിയോടെ ഇരിക്കുവാണ്. റോണയുടെ നോട്ടം കണ്ടതും അവൾ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റു. റോണ അവളെന്ന് പുച്ഛിച്ചുകൊണ്ട് അവനും അവിടുന്ന് എഴുന്നേറ്റു. അന്നത്തെ ദിവസം എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു. ഒപ്പം ആഹാരം കഴിച്ചും ഒപ്പം ഇരുന്ന് സംസാരിച്ചുമൊക്കെ സമയം ചെലവഴിച്ചു. ഞാൻ ചേച്ചിയുടെ റൂം കണ്ടിട്ടില്ല, കാണിച്ചു തരുമോ? അടുത്തിരിക്കുന്ന യേശുവിൻ്റെ ചെവിയിൽ ഒരു സ്വകാര്യം പോലെ നെറ്റ് ചോദിച്ചു. ഈശു ഒരു ചിരിയോടെ ഇരുന്നേടുന്നതും എഴുന്നേറ്റതും രുദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഞാൻ അവൾക്ക് നമ്മുടെ റൂം ഒന്ന് കാണിച്ചു കൊടുക്കാനാ. അനു വാ. ആദ്യം രുദ്രനെ നോക്കിയും പിന്നെ റോണിയോട് പല്ല് കടിച്ചുകൊണ്ട് എന്തോ അടക്കി പറയുന്ന അനാമികയെ നോക്കിയുമാണ് ഈശോ അത് പറഞ്ഞത്. യേശുവിൻ്റെ ശബ്ദം കേട്ടതും അനു റോണിയുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവർക്കടുത്തേക്ക് വന്നു. രുദ്രൻ കൈവിട്ടതും ഈശോ മുന്നോട്ട് നടന്നു. അവൾക്ക് അപ്പുറവും ഇപ്പുറവുമായി മറ്റ് 2 പേരും ദേവിയോട് പറഞ്ഞ ശേഷം മുകളിലേക്ക് അവർ 3 പേരും നടന്നു പോകുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവർക്ക് പിറകിയായിരുന്നു. നമ്മുടെ യേശുവിനെ പോലെ തന്നെ പാവം പിടിച്ച കുട്ടികളാണെന്ന് തോന്നുന്നു. മോഹൻ്റെ ആ വാക്ക് കേട്ടതും റോണ നന്നായി ഒന്ന് മൂളി. റോണി പിന്നെ എന്തോ എന്തൊരു നീട്ടിലും. എന്താടാ അത് പറഞ്ഞപ്പോൾ 2 പേർക്ക് രാക്കല്? പാവൊക്കെയാണ്, പക്ഷേ ഏടത്തെ പോലെയുള്ള പാവല്ല. ഏടത്ത് നമ്മുടെയൊക്കെ പൂച്ചക്കുട്ടിയല്ലേ? മോഹൻ്റെ ചോദ്യത്തിന് ഒരു ചിരിയോടെ റോണിയാണ് മറുപടി പറഞ്ഞത്. അത് കേട്ട് എല്ലാവരുടെ ചുണ്ടിലും ഒരു ചിരി മിന്നിമാഞ്ഞു. ഏട്ടത്തി പൂച്ചക്കുട്ടിയാണെങ്കിൽ ഇവരൊക്കെ എന്താ പന്നിക്കുട്ടികളാണോ? കണ്ണൻ തന്നെ പറഞ്ഞ് കണ്ണൻ തന്നെ ചിരിക്കുമ്പോൾ മറ്റുള്ളവരെയൊക്കെ മുഖത്തോട് മുഖം നോക്കി ചുണ്ട് ചുളുക്കി. ഒന്നും മിണ്ടാതിരിക്കുക കണ്ണ. നിന്റെ ഏടത്തിയെ പോലെയല്ല ബാക്കിയുള്ള കുട്ടികൾ. അവരൊക്കെ നിനക്ക് വട്ടാണെന്ന് കരുതും. ദേവി അവനെ നോക്കി കളിയാക്കി പറയുമ്പോൾ അവനൊന്ന് പുച്ഛിച്ചു. അതെ, നീ തന്നെ എന്തൊക്കെയോ പറയുന്നു, നീ തന്നെ ചിരിക്കുന്നു. അത് കണ്ട എല്ലാവരും അങ്ങനെ കരുതൂ. ദേവിക്കൊപ്പം മോഹനും കൂടെ കൂടിയതും കണ്ണവിടെ പ്ലിങ്ങായി. അവൻ ആരെയും നോക്കാതെ ദേശപോയ വഴിയെ നടന്നു. ഡാ കണ്ണ, നീ നിന്റെ ഏടത്തെ വേർപ്പിക്കുന്ന പോലെ അനാമികയുടെ അടുത്തൊന്നും പോവല്ലേ. നിന്റെ വേർപ്പിക്കൽ അവൾ 8 മടക്കി കൈ തരും. അവരുടെ അടുത്തേക്കാണ് അവൻ പോകുന്നതെന്ന് മനസ്സിലാക്കി റോണ പറയുമ്പോൾ നീയൊന്ന് പോടിരിക്കാൻ. അവൻ്റെ ഒരു അനാമികയും ഒരു ഈശാനിയും. പിന്നിൽ നിന്നുള്ള റോണയുടെ പറച്ചിൽ കേട്ടതും കണ്ണൻ സ്വയം പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറി. എന്നാ നീ പോയി ഇരുന്ന് വാങ്ങിച്ചു വാ. കൂസലില്ലാതെ പോകുന്നവൻ നോക്കി റോണിയും പറഞ്ഞു. എല്ലാവരും ഒരു ചിരിയോടെ ഇരുന്നു. ആ സമയം തന്നെ മോഹൻ്റെ ഫോൺ റിങ് ചെയ്തു. അദ്ദേഹം ഒരു ചിരിയോടെ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ വെച്ചു. ചിരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മുഖം ആ സമയം തന്നെ മാറി. ഞെട്ടിക്കൊണ്ടിരുന്നിരുന്നും അകത്തേക്ക് പായുമ്പോൾ അതിന് കാരണം അറിയാതെ മറ്റുള്ളവർ പരസ്പരം നോക്കി. ആ നിമിഷം തന്നെയാണ് രുദ്രൻ്റെ ഫോണും റിങ് ചെയ്തത്. അവൻ ഫോണ് കയ്യിലെടുത്തു. അശോകാണ്. ഈ നേരത്തെ ഇങ്ങനെ വിളി പതിവില്ലാത്തതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് രുദ്രൻ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. ഒന്ന് അങ്ങോട്ടും പറയാതെ 3-4 നിമിഷത്തിന് ശേഷം ഫോൺ വെച്ച ശേഷം അവൻ ഇരുന്നേരത്തും എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. അവനക്ക് പിന്നാലെ മറ്റുള്ളവരും നടന്നു. അകത്തേക്ക് കയറുമ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ റിമോട്ട് കയ്യിൽ പിടിച്ച് അതിലേക്ക് അന്തിച്ച് നോക്കി നിൽക്കുന്ന മോഹനിലേക്ക് പോയി. മോഹനിൽ നിന്നും എല്ലാവരുടെയും കണ്ണുകൾ ടിവിയിലേക്ക് പോയി. അതിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ പുറത്തേക്ക് തള്ളി. വിവാഹവേഷത്തിൽ നിൽക്കുന്ന യേശുവും രുദ്രനും താലി ചാർത്തുന്നതും സിന്ദൂരം ചാർത്തുന്നതും അവളുടെ നെറ്റിയിൽ രുദ്രൻ ചുംബിക്കുന്നതും അവൻ്റെ നെഞ്ചിലേക്ക് അവൾ ചാരുന്നതും അവളെ അവൻ അടക്കി പിടിക്കുന്ന ചിത്രങ്ങളെല്ലാം അതിൽ മാറി മാറി കാണിക്കുന്നു. മോഹൻ ചാനൽ മാറ്റി മാറ്റിക്കൊണ്ടേയിരുന്നു. എല്ലാത്തിലും ബ്രേക്ക് ന്യൂസായി പോയിക്കൊണ്ടിരിക്കുവാണ്. മോഹൻ തളർച്ചയോടെ സെറ്റിയിലിരുന്നു. ഇത്രയും കാലം മറ്റുള്ളവരെ പൊതിഞ്ഞു പിടിച്ച പോലെ ഇനി ശിവനെയും പൊതിഞ്ഞു പിടിക്കണം. ഒരാപത്ത് വന്നാൽ സ്വയം എങ്ങനെ രക്ഷ നേടണമെന്ന് പോലും അവൾക്ക് അറിയില്ല. മോഹൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് എല്ലാവരിൽ നിന്നും ഇത് ഒളിപ്പിച്ചു വെച്ചത്. ഇപ്പം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. മോഹൻ തളർച്ചയോടെ രുദ്രനെ നോക്കി. അവൻ്റെ കണ്ണുകൾ ടിവിയിലേക്കാണ്. അതിൽ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെയും അവൻ്റെ പ്രിയപ്പെട്ടവളുടെയും ചിത്രത്തിൽ. പെട്ടെന്ന് ആ ചിത്രങ്ങൾക്കൊപ്പം വേറൊരു ചിത്രം തെളിഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾ ഏറ്റെടുത്ത ആ ചിത്രം. രുദ്രന്റെ നഗ്നമായ നെഞ്ചിൽ ഒരു കുഞ്ഞിനെ പോലെ പതിഞ്ഞു കിടക്കുന്ന യേശുവിൻ്റെ ചിത്രം. അതേ വീണ,
തീർച്ചയായും അന്ന് നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെ ശരിയായിരുന്നു. അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ തന്നെ രുദ്രൻ വിവാഹം കഴിക്കില്ലല്ലോ. ആ പെൺകുട്ടിയുടെ മുഖം വ്യക്തമല്ലെങ്കിൽ കൂടി ആ പെൺകുട്ടി തന്നെയാണ് എന്നതിൽ ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴും ഒന്ന് മാത്രം മനസ്സിലാവുന്നില്ല. മാസങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഇപ്പോഴും മറച്ചു പിടിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡയറക്ടർ ഫിലിപ്പ് സാർ ലൈനിലുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കാം. സാർ നമസ്കാരം. ഇപ്പോഴത്തെ വിഷയം അറിഞ്ഞു കാണുമല്ലോ. അതിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ടി വിയിൽ നിന്ന് കേട്ട ശബ്ദം രുദ്രന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുക്കാൻ പാകത്തിലുള്ളതായിരുന്നു. അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു, കണ്ണുകൾ ചുവന്നു കയറി.